CSI സഭയിലെ വൈദികനായിരുന്നു റവറന്റ് ജോൺസൺ ജോർജ്. ഇന്ന് അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ ഒരു മിഷണറി പ്രവർത്തനത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ആ പ്രദേശത്ത് താമസിച്ച് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. CSI സഭയിലായിരിക്കുന്ന കാലത്ത് തൻ്റെ പള്ളിയിലെ 31 ആളുകൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചവരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മുഴുവൻ സഭയിൽ നിന്ന് പുറത്താക്കിയ ഒരു വൈദികനായിരുന്നു റവറന്റ് ജോൺസൺ ജോർജ്. എന്നാൽ ആ റവറന്റ് ജോൺസൺ ജോർജ് പിന്നീട് വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും CSI സഭ വിട്ട് പെന്തക്കോസ്ത വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം എന്തുകൊണ്ടാണ് വിശ്വാസ സ്നാനം സ്വീകരിച്ചത്? എന്താണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാനായി പ്രേരിപ്പിച്ച ഘടകങ്ങൾ? അദ്ദേഹം തൻ്റെ അനുഭവത്തിലൂടെ അത് വ്യക്തമാക്കുന്നു. കേൾക്കാം റവറന്റ് ജോൺസൺ ജോർജിന്റെ അനുഭവങ്ങൾ. കൊടുകുളഞ്ഞി പള്ളിയിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റെപ്പ് വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എങ്ങനെയായിരുന്നു ആ സാഹചര്യങ്ങൾ? ഞാൻ അത് വലിയ രസമെന്ന് പറഞ്ഞാൽ, എനിക്ക് പാട്ടും പ്രാർത്ഥനയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സ്നാനമെന്ന് കേൾക്കുമ്പോൾ അലർജിയാണ്. സ്നാനപ്പെടുന്നവരെ മുടക്കുന്ന ഒരു സ്വഭാവം. അപ്പം ഞാൻ കൊടുകുളഞ്ഞി ചെന്നപ്പം സ്നാനപ്പെട്ട അവിടെ നിൽക്കുന്നവരുണ്ട്, മറ്റ് സഭകളിൽ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്, പെന്തിക്കോസ്റ്റൽ ചർച്ചസിൽ. അവർ സ്റ്റിൽ കണ്ടിന്യൂ ദെയർ മെമ്പർഷിപ്പ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു വെച്ചു. കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കാം. ലിസ്റ്റ് എടുത്തിട്ട് എല്ലാവർക്കും ഓരോ ഷോക്കോസ് നോട്ടീസ്, നിങ്ങൾ തുടർന്ന് ഈ ചർച്ചിൽ അംഗങ്ങളായി തുടരണമെന്നുണ്ടെങ്കിൽ മറ്റ് സഭകളിൽ ആരാധനയ്ക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ആണെന്നുള്ളത് മറുപടി തരണം. മറുപടി തന്നില്ലെങ്കിൽ നിങ്ങളെ സഭയിൽ നിന്ന് മുടക്കാനുള്ള നടപടികൾ ചെയ്യുക. ആ കൂട്ടത്തിൽ അന്നത്തെ ഒരാളാണ് ലെസ്ലിയുടെ കുടുംബം, നമ്മുടെ ഡാളസിലുള്ള ലെസ്ലിയുടെ ഫാമിലി. അവരെഴുതി, ദയവായി അച്ഛ ഞങ്ങളെ മുടക്കിയാലും. അന്ന് കൊടുകുളഞ്ഞി റോയ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്, പുള്ളിയെ ഞാൻ മുടക്കിയ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെ 33 പേരെ ഞാൻ മുടക്കി. അത് കുറച്ചു പേര് ക്ഷമിക്കണം, ഞങ്ങളിപ്പോഴും CSI ചർച്ചിൻ മെമ്പറാന്ന് പറഞ്ഞു. അവരെ നമ്മൾ റീറ്റെയിൻ ചെയ്തു. മറ്റവരെ 33 പേരെ മുടക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, മുടക്കുന്നത് ഒരു ഡിസിപ്ലിനറി ആക്ഷനാണ്. എപ്പോൾ ഇവര് തിരിച്ച് ഒരു റിക്വസ്റ്റ് തന്നാൽ അവരെ മടക്കിയെടുക്കാനായിട്ട് ബിഷപ്പിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ കുന്നംകുളം കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിച്ചത്. കുന്നംകുളം കൺവെൻഷനകത്ത് എല്ലാ സഭകളും ഉണ്ട്. അത് ഓർത്തഡോക്സ്, യാക്കോബ, CSI, മാർത്തോമ, തൊഴിയൂർ സഭ, കൽദായ സുറിയാനി സഭ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള വലിയൊരു കൺവെൻഷൻ കുന്നംകുളം. അതിനെന്നെ വിളിച്ചപ്പോൾ ഞാൻ പോകാൻ തയ്യാറായില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അന്ന് ഈ ഡോക്ടർ KP യോഹന്നാൻ, ബിഷപ്പൊക്കെ ആകുന്നതിന് മുമ്പത്തെ കാര്യമാണ്, ഡോക്ടർ KP യോഹന്നാൻ, PP ജോബ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളവിടെ ഇവർ ഇത്രയും വമ്പന്മാർ പ്രസംഗിക്കുന്നിടത്ത് പോകാൻ, ഞാനൊരു ജൂനിയർ അച്ഛനാണ്. അപ്പൊ അന്ന് ജോർജ് ഐസക് തിരുമേനിയാണ് CSI റെപ്രസെന്റ് ചെയ്തത്. ഈ അന്നത്തെ പ്രസിഡന്റായിട്ട് ഈ CSI ബിഷപ്പ്. അപ്പൊ പുള്ളിയാണ് ആളുകളെ തീരുമാനിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പോകാതെ വന്നപ്പോൾ ബിഷപ്പിനെ വിളിച്ചു പറഞ്ഞാൽ, ജോൺസൺ ജോർജ് അച്ഛനെ ഞാൻ വിളിച്ചിട്ട് പുള്ളി ഒരു റിപ്ലൈയും തരുന്നില്ല, തിരുമേനിയൊന്നും വിളിച്ചു. ബിഷപ്പിന്റെ ഫോൺ എനിക്ക് വന്നു, ബിഷപ്പ് സാം മാത്യു, എന്തുവാ നിങ്ങൾ മനുഷ്യനെ വിളിച്ച മറുപടി ഒന്നും കൊടുക്കുകയല്ലേ? ഞാൻ ചോദിച്ചു, എന്തുവാ തിരുമേനി? അപ്പോൾ കുന്നംകുളം കൺവെൻഷൻ വെക്കും. ഞാൻ പറഞ്ഞു, അതിന് PP ജോബും, നിങ്ങൾ യോഗ്യനാന്ന് കണ്ടിട്ടല്ലേ വിളിച്ചത്, അവര് പോയി പ്രസംഗിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അതിന് പോകും. അവിടെ ചെന്ന് ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. എനിക്ക് താമസിക്കാൻ ഹോട്ടലൊക്കെ തന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, അങ്ങനെ ഒരു വീട്ടിലൊരു ചെറിയ മുറി തന്നാണ്. അപ്പോൾ കോലാടി ബുക്സ് എന്നും പറഞ്ഞ്
അവരെ ഈ സ്റ്റാറൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കോലാടി സൈമൺ എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ വീട് ഒരു 3 നില വീടാണ്, ഭയങ്കര വീടാണ്. ഈ മനുഷ്യൻ ഓർത്തഡോക്സുകാരനാണ്. പുള്ളി രാവിലെ താഴെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടിയിരുന്നു ഉറച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം പുള്ളിക്ക് വലിയ സന്തോഷമായി പോയി. ഞാനവിടെ ചെന്നു പ്രസംഗിക്കുന്നത്. അതൊരു സിൽവർ ജൂബിലി കൺവെൻഷൻ ആയിരുന്നു. അതുകൊണ്ട് അവര് ഒരു ദിവസത്തേന് ബ്രദർ മനോഹറെ, SR മനോഹറിനെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ മീറ്റിങ്ങും ഞാനാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ SR മനോഹർ ഞാനുമായിട്ട് നല്ല പരിചയമുണ്ട്. പുള്ളി ആക്ച്വലി CSIക്കാരനാണ്. പുള്ളിക്കാരൻ അബുദാബിയിൽ വന്നപ്പം ഞാനാണ് അബുദാബിയിലെ അന്ന് ഞാൻ അച്ഛനായിട്ടിരിക്കുക. എൻ്റെ ചർച്ചിൽ വിളിച്ചു പ്രസംഗിപ്പിച്ചു, സ്പെഷ്യൽ മീറ്റിംഗും ഒക്കെ നടത്തിയതാണ്. അങ്ങനെ പുള്ളിക്കാരനെ നേരെ എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് സ്റ്റേജിൽ കൊണ്ടുവരിക. അപ്പൊ പുള്ളിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് പാസ്റ്റർ ഏബ്രാം തോമസിനെയാണ്. നമ്മുടെ AGയിലെ പാസ്റ്റർ ഏബ്രാം തോമസ് ഉണ്ടല്ലോ ഇവിടെ. പുള്ളി ഇപ്പൊ ഇരിക്കുന്നത് എരുവരിയപ്പുറ ഇല്ല, അയിരൂര് ഇലവട്ട ഏബ്രാം തോമസ്, അദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം വന്നപ്പം ഞാൻ പറഞ്ഞു, ബാ നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അപ്പൊ ഞാൻ താമസിക്കുന്ന വലിയ മുറിയാ. ആ മുറിക്കകത്ത് 2 ബെഡുണ്ട്, 2 ടോയ്ലറ്റ് ഉണ്ട്, ഇരിക്കാനായിട്ടുള്ള വേറൊരു സിറ്റിംഗ് റൂം പോലെ ഉണ്ട്, ഒരു ഫ്ലാറ്റ് സിസ്റ്റം പോലെ ആ വീട്ടിലെ അതിനകത്ത് താമസിക്കുന്നു. അപ്പൊ പുള്ളി എൻ്റെ കുപ്പായമൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. അപ്പൊ പുള്ളിക്ക് ഒരു അത്ഭുതം. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടായി വർത്താനം പറയുമ്പോൾ സ്നാനത്തെക്കുറിച്ച് എടുത്തിട്ടു. ഇപ്പൊ പുള്ളി ഫോൺ ചെയ്ത് പുള്ളി വൈഫിനോട് പറഞ്ഞു, ഞാനൊരു അച്ഛനെ കണ്ടു, ഇവിടെ പ്രസംഗിക്കാൻ വന്ന അച്ഛനാണ്. പ്രാർത്ഥിക്കുമ്പോൾ പുള്ളി നല്ല ആത്മാവിലായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉടനെ പുള്ളിയുടെ വൈഫ് പറഞ്ഞു, അച്ചായ പുള്ളികളൊക്കെ സ്നാനപ്പെട്ട ചാകത്ത് നിൽക്കുന്ന, അച്ചായൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചിട്ട് സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിക്കാം. അപ്പൊ ഞങ്ങള് അത് ശനിയാഴ്ച ദിവസമാണ് ഈ മനോഹർ ഒറ്റ ദിവസേന പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. ഇതിനാണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പുള്ളി വന്നിരിക്കുന്നത്. പുള്ളിക്കാരന് എന്നോട് ഈ സ്നാന വിഷയം കേട്ടിട്ടു. അപ്പൊ ഇതെടുത്തിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഈ വിഷയമായിട്ട് സംസാരിച്ച ഇന്ന് വരെയുള്ള നമ്മുടെ സ്നേഹം ഞാൻ ചിരിച്ചോണ്ട് അന്നേരം മുതൽ അവസാനം വരെ നിൽക്കും. പല പാസ്റ്റർമാരും എന്നോട് ഇത് സംസാരിച്ച് അവസാനം അവർ പിണങ്ങി പോയിട്ടുണ്ട്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാമെങ്കിൽ ഇതെടുത്തിടാവും. ഉടനെ പറഞ്ഞ അച്ഛനോട് ഞാൻ തർക്കിച്ച് ജയിക്കാനല്ല, എന്നെ ദൈവാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളായി പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദർശനം കാണുന്ന ആളാണ് ഞാൻ. ആ ദർശനം ഇന്ന് വരെ എന്നെ ഒരു ദർശനം കാണിച്ചിട്ടില്ല. ഉടനെ പറഞ്ഞു, അച്ഛൻ കാണുന്ന ദർശനം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതാണോ? അല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ വിഷയങ്ങളൊക്കെ ദർശനം കാണും. അല്ല, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിന് ഇനിയും ദർശനത്തിന്റെ കാര്യമില്ല, അത് വിശ്വസിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാന് ഹോളി ലാൻഡിൽ പോയപ്പോൾ കർത്താവ് സ്നാനപ്പെട്ടെടുത്ത് ഇറങ്ങി നിന്ന് അവിടെ ഓരോരുത്തരെല്ലാം സ്നാനപ്പെട്ടോ വീണ്ടും സ്നാനപ്പെടുന്നു. അവിടെ വന്നപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് ചോദിച്ചു, അച്ഛാ സ്നാനം വേണോന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, എന്നെ മുണ്ടിയപ്പള്ളി CSI ചർച്ച് മാമോദീസ ചെയ്തതാ, അത് കഴിഞ്ഞ് ആ സ്ഥിരീകരണവും കൂടെ കഴിഞ്ഞതാ, അതിൻ്റെ ആവശ്യം എനിക്കില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടതാ. എന്നാ പിന്നെ ഞാൻ അവിടെ സ്നാനപ്പെടുകയില്ല. ഒരിക്കൽ പോലും അങ്ങനെ ഒരു അനുഭവം. അതിന് ദൈവാത്മാവിന്റെ പ്രേരണ വേണ്ടേ? ഇന്ന് മുതൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങള് തമ്മിൽ സംസാരിച്ചു. ഞങ്ങള് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സംസാരിക്കുന്ന. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി പന്തലിലോട്ട് പോവുക. ഈ മനുഷ്യനെ SR മനോഹറിനെ കൊച്ചിൻ എയർപോർട്ടിൽ നേരെ സ്റ്റേജിൽ കൊണ്ടുവരിക. അപ്പൊ ഞാൻ പുള്ളിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് സ്റ്റേജിൽ താഴെ ഇറങ്ങി 1ാമത്തെ നിരയിലിരുന്നു. ഏബ്രാം തോമസ് എൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് കയറി. പ്രസംഗം തുടങ്ങിയ SR മനോഹർ പറഞ്ഞു, ഞാൻ ഒരുക്കിക്കൊണ്ട് വന്ന പ്രസംഗം പ്രസംഗിക്കേണ്ട എന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിക്കും. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ആത്മാവേ,
എന്നോട് സംസാരിക്കണം. എന്നോട് സംസാരിക്കുന്നത് ഞാൻ അനുസരിപ്പാൻ തയ്യാറാണ്. അത് പ്രാർത്ഥിക്കണം. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുക, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക ചെയ്യണം. പലരും പറയും എനിക്കൊരു ദർശനം വേണം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ദർശനത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എന്നിട്ട് ഞാനും ഏബ്രഹാം തോമസ്, പാസ്റ്റർ ഏബ്രഹാം തോമസും കൂടെ സംസാരിച്ചത് മുഴുവൻ ഈ പുള്ളി സ്റ്റേജിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ എന്നോട് കയ്യെ പിടിച്ചു പാസ്റ്റർ ചോദിച്ചു, അച്ഛനോട് വല്ലതും ദൈവാത്മാവ് സംസാരിച്ചു? ഞാൻ പറഞ്ഞു സംസാരിച്ചു, പല കാര്യങ്ങൾ എന്നോട് സംസാരിച്ചെന്നു. എന്നാൽ ഞാൻ ഓക്കെ പോട്ടെന്നും പറഞ്ഞു. പുള്ളി പെട്ടെന്ന് പിറ്റേ ദിവസം ഞായറാഴ്ച പുള്ളിക്ക് ആരാധനയുള്ള അന്ന് പുള്ളി പറക്കോട്ട് പുള്ളിയുടെ വർഷിപ്പ് അവിടെ പോണ്ടേ, പുള്ളി അങ്ങ് പോയി. ഞാൻ പന്തലിൽ നിന്ന് പതിയെ അങ്ങോട്ട് നടന്നു, ആളുകളൊക്കെ ഇറങ്ങുന്നു. പിറ്റേ ഞായറാഴ്ച ആരാധനയോടുകൂടി മീറ്റിംഗ് തീരും, ഇഞ്ഞ് പോരും. അപ്പൊ ഞാൻ പോകേണ്ടത് ഓൾ സെയിൻസ് CSI ചർച്ചിലാണ്, തൃശ്ശൂർ. എൻ്റെ പണി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു മെലിഞ്ഞൊരു നീളമുള്ള പയ്യൻ അവിടെ നിന്നു ഒരു പേപ്പർ ഇങ്ങനെ കൊടുത്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ പേപ്പർ ഇച്ചിരി നീളമുള്ള നോട്ടീസ് പോലെ അത് വാങ്ങിച്ചിട്ട് അങ്ങേര് തന്ന പേപ്പർ കളയണ്ടല്ലോ എന്ന് മടക്കി എൻ്റെ കുപ്പായത്തിന് പോകില്ല. അപ്പം ബാക്കി എവിടെ കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ അതും ഇതുമൊക്കെ കൊടുക്കും. എൻ്റെ മുന്നേ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചല്ലേ, എനിക്ക് എങ്ങനെയും മുറിക്കകത്തൊന്നും ചെല്ലണം. മുറി ചെന്നു. കുപ്പായം ഊരുന്ന സമയത്ത് പേനായും എല്ലാം കൂടെ വെച്ചപ്പോൾ ഈ പേപ്പർ അവിടെ വന്നു. ആ പേപ്പർ തുറന്നു നോക്കിയപ്പോഴല്ലോ വിശ്വസിച്ചവർ ചെയ്യേണ്ടത് സ്നാനത്തെക്കുറിച്ചുള്ള ഒരു ബൈബിൾ സ്റ്റഡി ആ പേപ്പർ. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ സ്നാനം എടുക്കാൻ തീരുമാനിച്ചല്ലോ, അവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു, ഇനി ഇതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ അന്നേരം പാസ്റ്ററിനോട് സംസാരിച്ചവൻ പറഞ്ഞു, അതിന്റെ കൺഫർമേഷൻ ദൈവം തരും വിശ്വസിക്കാതെ ഓപ്പൺ ആണെങ്കിൽ ദൈവം സംസാരിക്കും. ഹൃദയം ഓപ്പൺ ആയിട്ടിരിക്കണം. ഒരു മാനുഷിക കണ്ണുകളിൽ കൂടെ നോക്കണം. ഒരു CSIക്കാരൻ്റെ കണ്ണു വിട്ടേച്ചു. ഏതായാലും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാനവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് ഒരു ദർശനമാണ് കാണുന്നത്. യോർദാൻ നദി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കവിടെ അവസരം കിട്ടിയതാ. ആ യോർദാൻ നദി എന്നെ കാണിക്കും. അപ്പൊ വീണ്ടും കൺഫർമേഷനായി. ഞാൻ സ്നാനപ്പെടാൻ വരും. ഞാൻ ആരോടും പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം രാത്രി ഒരു 10 മണിയായപ്പോൾ എൻ്റെ മുറിയാൽ ഇങ്ങനെ കൊട്ടി. കൺവെൻഷൻ സംഘാടകർ മുഴുവനും കൂടെ എന്നെ കാണാൻ. ഞാൻ പറഞ്ഞിരിക്കുന്നു, അച്ഛനോട് ഒരു സങ്കടം പറയാനാവും. ഞാൻ ചോദിച്ചെന്തോ പറ. വില്യം മാഷ് എന്ന് പറയുന്ന ഒരു പുള്ളിയാ അതിൻ്റെ സെക്രട്ടറി. ഇപ്പോൾ അദ്ദേഹം ഉണ്ടോ എന്ന് അറിയില്ല, അന്ന് നല്ല പ്രായമാണ്. പുള്ളി ബ്രദറൻ ചർച്ചുകാരൻ. പുള്ളി പറഞ്ഞു, പുള്ളി മിണ്ടാതെ അവിടെ നിൽക്കുക. വേറെ ഒരു മാർത്തോമക്കാരൻ പറഞ്ഞു, അവിടെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഇന്ന് വിളിച്ച ആ പാസ്റ്റർ ഇവിടെ ഒരു ഡോക്ടർ വരുന്നുണ്ടായിരുന്നു. ആ ഡോക്ടറുടെ കൂട്ടത്തിൽ ഒരു ടീം ആയിട്ട് വന്നുകൊണ്ടിരുന്നു. അവരോട് പറഞ്ഞു സ്നാനപ്പെടണം. അവർ പറഞ്ഞു സ്നാനം ഒഴിച്ച് ബാക്കി എന്തു കാര്യം പറഞ്ഞാലും ഞാൻ അനുസരിക്കാമോ. ഈ പാസ്റ്റർ തലേ കഴിച്ചു പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവർക്കൊരു ദർശനം ഉണ്ടായി സ്നാനപ്പെടാനായിട്ട്. അവര് സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ആ സ്ത്രീകൾ മുഴുവൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പെന്തക്കോസ്തുകാരനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വിളിച്ചിട്ട് അങ്ങേർക്ക് പറയാനുള്ളത് എന്തുവാ? അങ്ങേര് വിശ്വസിക്കുന്നത് പറഞ്ഞു. അതുകൊണ്ട് ഒരു ചെവി അറിയണ്ട, മിണ്ടണ്ട, സ്നാനപ്പെടുന്നവർ സ്നാനപ്പെട്ടുണ്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് എങ്ങനെയും വീട്ടിൽ വരണം. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് ചെറുതായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫാദറും മദറും എൻ്റെ വൈഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, പപ്പ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങ് പോകണം. അപ്പം ചേട്ടൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അനിയൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം കൊച്ച് അങ്ങ് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, പപ്പ നാളെ പോകാമെന്ന്. ഇല്ല, അങ്ങ് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവരെയും കൂടെ നമുക്ക് ഒരുങ്ങി അങ്ങ് പോകാമെന്നും പറഞ്ഞു. പപ്പായും അമ്മയും വണ്ടിയെ കയറ്റി ഞങ്ങളും
വീട്ടിൽ കാനത്തിൽ കൊണ്ടുപോയി അവിടെ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് വൈകിട്ട് ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ മല്ലപ്പള്ളി കൂടെ വന്നിട്ട് പുതുശ്ശേരി വഴി അങ്ങനെ കട്ട് ചെയ്ത് പോയാൽ എനിക്ക് അല്ലീശ്ശേരി ചെന്നു. അതിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വൈഫ് കിടന്നു നല്ലതായിട്ട് ഉറങ്ങുക കുഞ്ഞുങ്ങൾ. അപ്പൊ ഞാൻ അവിടെ പാസ് ചെയ്തോണ്ട് വിളിച്ചു, വൈഫിനെ വിളിച്ചു. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബാപ്റ്റിസം? സ്നാനത്തെ കുറിച്ച് നീ എന്തുവാ പറയാ? എന്ന് പറഞ്ഞു, ഐ ബിലീവ്. എന്നിട്ട് ഇത്രയും കാലം എന്നാ പറയാൻ? ഉടനെ ചോദിച്ചു, ഞാൻ ഉറങ്ങിയിരുന്ന എന്നെ തല്ലി ഉണർത്തി പാതിരാത്രി ഇത് ചോദിക്കാൻ എന്നാ കാര്യം, വിഷയം എന്നാ പറ. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവാം. പുള്ളിക്കാരത്തി ഇപ്പോഴും പറയാം, അന്ന് ചോദിച്ച ചോദ്യം അത് ചോദിക്കരുതാത്ത ചോദ്യം ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകും. ചുമ്മാതെ അന്നേരം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകും. എൻ്റെ വൈഫിന് എൻ്റെ സ്വഭാവം അറിയാം. ഞാൻ സ്നാനപ്പെട്ടേച്ച് പിന്നെ അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തത്തില്ല, മാമോദീസ കൊടുക്കത്തില്ല, അവിടുന്ന് ഇറങ്ങി പോകുന്നുള്ളത് അറിയാം. അതാ പുള്ളിക്കാരത്തി ചോദിച്ച ചോദ്യത്തിൽ. അങ്ങനെ പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. സൺഡേ അപ്പം അതിനൊരു സംഭവം ഉണ്ടായി. ശനിയാഴ്ച രാത്രി മാവേലിക്കര പോയി ഉമ്മൻ ജോർജ് അച്ഛനെ കാണാൻ തീരുമാനിച്ചു. പിന്നീട് ബിഷപ്പായ, കൊട്ടാരക്കര ബിഷപ്പായ പുള്ളി അടുക്ക ചെന്നു, ഈ വിഷയം ധരിപ്പിക്കാം, പുള്ളിയും കൂടെ ഇറങ്ങട്ടെ. അപ്പം ഞങ്ങളാണ് ആത്മീയ രണ്ടച്ഛന്മാർ, ഈ ഓൾ നൈറ്റ് പ്രെയർ ഒക്കെ നടത്തുന്നവരും, അതായത് ഇടവകളിലൊക്കെ പോയി നടത്തുന്ന ആളുകളും കൺവെൻഷൻ പ്രസംഗകരും. അപ്പം ഞാൻ പുള്ളി അടുക്ക ചെന്നപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിലാണ് പുള്ളി. ഞാൻ ചെന്ന് കഴിഞ്ഞോണ്ടേ പറഞ്ഞു, അയ്യോ ജോൺസൺ അച്ഛൻ വന്നിട്ടുണ്ട്, മുന്നോട്ട് വരാം. അവിടെ ചെന്നിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേര് കുപ്പായി ഇട്ടവരെ കണ്ടപ്പം പ്രസംഗിക്കുന്നയാളിന് ഒരു ആവേശം. പുള്ളി പറഞ്ഞു, ഇപ്പൊ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്, കലക്കവെള്ളത്തിൽ മുക്കുന്നവർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചേട്ടാ ഇവിടെ സ്നാനപ്പെടാൻ ഇരിക്കുന്ന അന്നേരം ഈ പുള്ളി തോന്നുന്നു, ഞാൻ ബൈബിൾ എടുത്തത് കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മുന്നേ ഇറങ്ങി അങ്ങ് പോയി. ഇറങ്ങിപ്പോയിട്ട് അവിടെ ഒന്ന് നോക്കി, പിന്നെ പുള്ളിയോട് കൈ കാണിച്ചോണ്ട് വരാം. അപ്പോൾ സൈഡിൽ കൂടെ പുള്ളി ഇറങ്ങി വന്നു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളോട് കാര്യം പറയാനാ, ഞാൻ സ്നാനപ്പെടാൻ പോവുക, നിങ്ങൾ ഇതുവരെ സ്നാനപ്പെട്ടില്ലേ? ആ പുള്ളിയുടെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ടിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജോൺസൺ ജോർജിനെ അതിന് കിട്ടുമായിരുന്നു, ഞാൻ രാജിവെക്കാൻ പോവാന്ന് അവിടെ. നിങ്ങൾ ഇവിടെ കാണുന്നില്ല, എന്നിട്ട് നോർത്ത് ഇന്ത്യയിലെങ്ങാനും പോയി അമ്മായി ഇവനോട് ഇവിടെ സ്നാനപ്പെടുത്താൻ, എന്നിട്ട് അടങ്ങിയെങ്ങാനും ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്നെ കിട്ടത്തില്ല, ഞാൻ സ്നാനപ്പെടാൻ പോവാം. അപ്പം ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരാളെ കണ്ട് സംസാരിക്കണം. അത് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ബിഷപ്പായ, പിന്നീട് ബിഷപ്പായ CV മാത്യു അച്ഛൻ, ഡോക്ടർ CV മാത്യു. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല. UBS ഞാൻ BD ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ അന്ന് ഡെൻമാർക്കിൽ പുള്ളിയുടെ ഡോക്ടറേറ്റിന്, ഹിന്ദു വിശ്വത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പോയിരിക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്ന് ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ മദ്രാസ് വരെ പോവാം, ചെന്നൈ വരെ പോവാം. ഞങ്ങളിത് പറഞ്ഞ് കോടുകുളഞ്ഞിൽ നിന്ന് ചെങ്ങന്നൂർ വന്നപ്പം അച്ഛനൊരു ബ്രീഫ് കേസും പിടിച്ച് ഷർട്ടും പാൻറ്റും ഇട്ട് ഒരു മൂലയിൽ നിൽക്കുന്നു. ഞാൻ കാറ് കൊണ്ട് നിർത്തിവെച്ച് പറഞ്ഞു, കേരളത്തിനകത്തോട്ടോ. ഓ, നിങ്ങളെവിടെ പോവാം? ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വന്ന അച്ഛനകത്തൊക്കെ ചുമ്മാ കുഞ്ഞുങ്ങളെ എടുക്കരുത്, എനിക്കിപ്പോൾ ഒരു കൺവെൻഷൻ പ്രസംഗിക്കണ്ട, ഓൾറെഡി ലേറ്റാണ്. ഞാൻ പറഞ്ഞു, അവിടെ കൊണ്ടുവിടാമെന്നേ, തമാശ പറയാതെ. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ഇരിക്കുന്നു, എനിക്ക് അവിടെ പോകാനുള്ളതാ, ഞാൻ വിടാമെന്നു. എന്നിട്ട് വണ്ടിയെ കയറി പുള്ളിയിരുന്നു. അന്നേരവും സംശയമാണ് ഞാൻ ഈ പറയുന്ന രീതിയാണ്. എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞേ, എനിക്ക് 2000 രൂപയുടെ ലാഭമുണ്ട്. അച്ഛന് വേണ്ടി അവിടം വരെ പെട്രോൾ അടിച്ചാലും, അന്ന് പെട്രോളിന് വില കുറവാണ്, പെട്രോൾ അടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് 10,000-3000 രൂപയുടെ ലാഭം. ചെന്നൈ പോകാനിരുന്നു. അപ്പോൾ പറഞ്ഞു, എന്തുവാ? നമ്മൾ അച്ഛനോടൊരു ഗൗരവമായ കാര്യം സംസാരിക്കണം. അപ്പം ഗൗരവമായ കാര്യം ഡ്രൈവ് ചെയ്യുമ്പോൾ പറയണം, എവിടെയെങ്കിലും നിർത്തി പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും നമുക്ക് ചായ കുടിക്കാം,
ഞാൻ ചായയും കാപ്പിയും കുടിക്കാനൊന്നും അറിയത്തില്ല നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങള് പോകുന്ന വഴിക്ക് അടൂർ ഒരു സൈഡില് ഒരു ഇത് പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു നഴ്സറി ഉണ്ട്. അതിന്റെ സൈഡിൽ ഇങ്ങനെ പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. അവിടെ ഇട്ടിട്ട് ഈ കാര്യം പുള്ളി എന്നെ ഇങ്ങനെ കയ്യെ പിടിച്ചു പറഞ്ഞു, 15 വർഷം മുമ്പ് ഇതേ വേദനയിൽ കൂടെ കടന്നു പോയതാണ്. ജോൺസൺ ജോർജിന്റെ വിഷമം എനിക്കറിയാം, നീ പോയി സ്നാനപ്പെട്ടോളാം. ഞാൻ ഇന്നലെ 2 CSIക്കാരെ ചെന്നൈ കടലിൽ മുക്കിയതാണ്. ബിഷപ്പ് CG മാത്യൂസ് കൺഫർമേഷനായി. അങ്ങനെ സ്നാനപ്പെടാനായിട്ട് എൻ്റെ സ്നാനം നടക്കുന്നത് തിരുവല്ല ഷാരോനിൽ. അന്ന് ഷാരോൻ അമ്മച്ചിയുണ്ട്, അമ്മച്ചി എല്ലാം ക്രമീകരിച്ച്, അമ്മാച്ചാൻ്റെ വൈഫ്. അങ്ങനെ തിരുവല്ല ടൗണിൽ കൂടെ കുപ്പായം ഇട്ടുകൊണ്ട് പോയി എൻ്റെ കൂടെ എൻ്റെ ചേട്ടനും വൈഫും ഒക്കെ സ്നാനപ്പെടുന്നു. റവറൻഡ് ജോൺസൺ ജോർജിന്റെ സ്നാനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറയുന്ന അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. എന്നാൽ ജോൺസൺ ജോർജിന് തൻ്റെ ജീവിതാനുഭവങ്ങൾ വിശദമാക്കുവാൻ ധാരാളമുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ, വിശ്വാസാനുഭവങ്ങൾ നമ്മെ ഓരോരുത്തരെയും ആവേശം കൊള്ളിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഹല്ലേലൂയ NIT എന്ന ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. അതുപോലെ ഹല്ലേലൂയയുടെ ചാനലുകൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.